നമസ്കാരം. ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ആസിഫ് അലിയും അനശ്വരയും അഭിനയിച്ച രേഖാചിത്രം. ചിത്രത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രവുമല്ല, നിങ്ങൾ ഇതുവരെ രേഖാചിത്രം എന്നൊരു മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്പോയിലർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സിനിമ കണ്ടവർക്കറിയാം, ഈ സിനിമ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക പോസ്റ്ററുകളും നമുക്ക് ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ രണ്ട് കാലഘട്ടങ്ങളെയാണ് നമുക്ക് കാണിക്കുന്നത്. മാത്രവുമല്ല, കത്തുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കത്തുകളും ഈ ഒരു പോസ്റ്ററിലായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, മിസ്സിംഗ് ആയ ഒരുപാട് പെൺകുട്ടികളുടെ പേപ്പർ കട്ടിങ്ങും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് തന്നെ നമുക്ക് സിദ്ദിഖ് അവതരിപ്പിച്ച് രാജേന്ദ്രൻ എന്ന കഥാപാത്രം ചില സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടാണ് മലക്കപ്പാറയിലേക്ക് പോകുന്ന രാജേന്ദ്രനെ നമുക്ക് കാണിക്കുന്നത്. അതിനിടയ്ക്ക് വണ്ടി നിർത്തി മദ്യമെല്ലാം ആക്കുന്നതിനിടയിൽ രാജേന്ദ്രൻ പുറത്തേക്ക് നോക്കുന്ന ഒരു സീനുണ്ട്. അങ്ങനെ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നില്ല രാജേന്ദ്രൻ. അവിടെ നമുക്ക് ആലിസ് ജ്വല്ലറിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുന്നുണ്ട്. മാത്രവുമല്ല, വണ്ടിയിൽ ഒരു മാഗസീൻ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വക്കച്ചനും വിൻസെന്റും ഒരേ ആളാണെന്നും അതുപോലെ തന്നെ പുഷ്പവും ആലിസും ഒരേ ആളാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജേന്ദ്രൻ മനസ്സിലാക്കിയെന്നും ഇവരെക്കുറിച്ച് നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് രാജേന്ദ്രൻ മലക്കപ്പാറയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. സിനിമ കണ്ടവർക്കറിയാം, കഥയിലെ മെയിൻ വില്ലതയായി കാണിക്കുന്നത് പുഷ്പം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. പുഷ്പവും ആലിസും ഒരേ ആളാണെന്ന് നമ്മൾ കഥയുടെ അവസാനം മാത്രമാണ് തിരിച്ചറിയുന്നത്. എന്നാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഡയറക്ടർ നമുക്ക് ഇൻഡയറക്റ്റ്ലി പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ പുഷ്പം എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വയസ്സായിട്ടുള്ളൊരു വേർഷനാണ് ആലിസ് എന്ന് പറയുന്നത്. അവരെ കാണിക്കുന്ന ആ ഇൻട്രോയിൽ തന്നെ ശ്രദ്ധിച്ചാലറിയാം, ആ റൂമുകളിൽ നിറയെ പൂക്കൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൂവ്, പുഷ്പം, അവിടെ ഒരു കണക്ഷൻ നമുക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല, ഇതേ ആലിസിൻ്റെ ചെറുപ്പകാലം, അതായത് അവർ പുഷ്പമായിരിക്കുന്ന സമയത്ത് അവരുടെ ഫേസ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിറയെ പൂക്കളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ തുന്നി ചേർക്കുന്ന എംബ്രോയിഡറിയിൽ പോലും ഒരുപാട് പൂക്കളാണ് ഉള്ളത്. അതുകൊണ്ടാണ് പുഷ്പവും ആലിസും ഒരേ ആളാണോ എന്ന് സംശയമുള്ള ആസിഫ് അലി അത് ഉറപ്പിക്കാനായിട്ട് ഒരു ബൊക്കെ, നല്ല ഭംഗിയുള്ള പൂക്കൾ അടങ്ങിയ ഒരു ബൊക്കെ തന്നെ അവർക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർ പുഷ്പമാണെങ്കിൽ അവർ അത് ശ്രദ്ധിക്കുമെന്നും അങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന കാര്യം അവർ മനസ്സിലാക്കുമെന്നും സെലക്ട് ക്യാരക്ടറിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബൊക്ക അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് കുട്ടികളെ നമുക്ക് ഈ സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ കാതോട് കാതോരം എന്ന സിനിമയിൽ ഇങ്ങനെ ഒരു റോൾ ചെയ്തിട്ടുണ്ടെന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കുട്ടികൾ. അങ്ങനെ അവർ സിനിമ ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സീൻ ആ സിനിമയിൽ കാണാൻ ഇല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. വളരും തോറും ആ കുട്ടികൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 2022 ഇതേ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ നായികയായിട്ടുള്ള എന്നാ താൻ പോയി കേസ് കൊടു എന്ന മൂവിയിൽ ഇതേ പാട്ട് വീണ്ടും അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇവർക്ക് അവരുടെ സംശയം കൂടി ബലപ്പെടുന്നതും അവരുടെ അച്ഛനോട് ഇവർ മദ്യമെല്ലാം കൊടുത്തിട്ട് ആ കാര്യം തിരക്കുന്നതും. അങ്ങനെ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങി അതിൽ സിം ഇട്ടിട്ടാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ സിദ്ദിഖ് അവതരിപ്പിച്ച ക്യാരക്ടറെ കാണുന്നതും അവിടെ നിന്ന് കുറച്ച് പൈസ വാങ്ങുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് സിദ്ദിഖ് മലക്കപ്പാറയിലേക്ക് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് റിലീസ് ചെയ്ത ചിത്രങ്ങളെ പോസ്റ്റർ ഇവിടെ കറക്റ്റായിട്ട് അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയെ കാണാനായിട്ട് എല്ലാവരും ഇറങ്ങി ഓടുന്ന ഒരു സീൻ നമുക്ക് കാണിക്കുന്നുണ്ട്. അതേസമയത്ത് രേഖയുടെ വസ്ത്രം ഒരു കമ്പിയിൽ തട്ടി കീറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വസ്ത്രമെല്ലാം മാറി വരുന്ന സമയത്ത് ഇതേ പ്രോപ്പർട്ടി അവിടെ നിന്ന് കറങ്ങുന്നതായിട്ടൊരു ഫ്രെയിം നമുക്ക് കാണിക്കുന്നുണ്ട്. കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ട്, ഒരു ഗാനരംഗത്ത് ഇതേ പ്രോപ്പർട്ടി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് അത് എന്ന് വളരെയധികം നന്നായിട്ട് തന്നെ ഡയറക്ടർ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പുഷ്പം രേഖയെ കൊലപ്പെടുത്തുന്ന ആ രാത്രി. പുഷ്പം രേഖ വരുന്നത് അറിഞ്ഞിട്ട് അന്ന് രാത്രി ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്ന പുഷ്പത്തെ നമുക്ക് ഏറ്റവും അവസാനമാണ് കാണിച്ചു തരുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കഥയുടെ ആദ്യം തന്നെ പുഷ്പം എന്നൊരു ക്യാരക്ടറിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ രേഖയും സിസ്റ്ററും വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ഫ്രെയിം നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ഫ്രെയിമിൻ്റെ ഒരറ്റത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, മുകളിൽ നിന്നുള്ള റൂമിൽ, അതായത് രേഖയ്ക്ക് അന്ന് കിടക്കാൻ വേണ്ടി കൊടുത്ത ആ റൂമിൻ്റെ ജനലിലായിട്ട് ഒരാൾ എന്തോ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ ഒരു സീൻ നമുക്ക് കാണിക്കുന്നുണ്ട്. പുഷ്പം എന്ന് പറയുന്ന ആ ക്യാരക്ടർ രേഖയെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മുമ്പ് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണിച്ച് തരുന്നുണ്ട് ഡയറക്ടർ. പർട്ടിക്കുലർ ടൈമിൽ പുഷ്പത്തെ കാണിക്കുന്ന സമയത്ത് അവർ എന്തൊക്കെയോ വരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നത്. ഇത് നോക്കിയാൽ അറിയാം, നല്ല നല്ല ആഭരണങ്ങളുടെ ഡിസൈനാണ് ഇവർ വരച്ചുണ്ടാക്കുന്നത്.
മഠത്തിൽ നിന്ന് കളവ് പോയിട്ടുണ്ടായിരുന്ന സ്വർണം ഇവരാണ് എടുത്തിട്ടുള്ളത്. ആ സ്വർണം വെച്ചിട്ടാണ് ഇവർ നല്ല നല്ല ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഇവരെ സഹായിച്ചത്. സഹായികളായിട്ട് നിന്ന 3 ആൾക്കാർക്ക് ഇവർ പൈസയാണ് കൊടുത്തിട്ടുള്ളത്. മേജർ ഭാഗം പണവും സ്വർണവും മുഴുവൻ സ്വർണവും ഇവർ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്രയുമെല്ലാമാണ് ഈ സിനിമ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. എനിക്ക് കണ്ടെത്താൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്കും ബൈ.